പെട്ടെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ വരെ പോലും ഈ കുട്ടി വയറ്റ് കിടക്കില്ല, മരിച്ചു പോകും. ഈവൻ എന്റെ വയറ്റിലിരുന്ന് ബേൺ ചെയ്തു പോയ കുട്ടിയാ, കാരണം കുട്ടിയെ കിട്ടില്ല. ഐദർ ദ മദർ ഓർ ദ ബേബി, ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ശല്യമായിരിക്കും എന്ന് ഡോക്ടർ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരു വെറും പീസ് ഓഫ് വെജിറ്റബിൾ 1.5 കിലോയേ ഉള്ളൂ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്ത് വന്നാലും ശരി ഈ കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. നല്ല സ്കൂളാണോ? സ്പെഷ്യൽ സ്കൂളിൽ വിടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഡിഫക്റ്റ് ഇവനില്ല. ചാലഞ്ചസ് ഉള്ള കുട്ടികൾക്ക് ആ ഒരു പോസിറ്റിവിറ്റിയാണ് കൊടുക്കേണ്ടത്. അവർ കുറവുള്ള കുട്ടികളാണ്, അവർക്ക് ഒരിക്കലും നമ്മളെ ഫീൽ കൊടുക്കരുത്. ഇമ്മാനുവലിന് മാത്രം എന്താ ഇമ്മാനുവലിനിട്ട് ഹസ്ബൻഡ് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ട്? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുടെ ഒരു ദേഷ്യം തീർക്കലാണത്. 27 വർഷത്തിനിടയിൽ 27,000 പ്രാവശ്യം വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. എന്തിന് ഇത്ര വർഷം സഹിച്ചു? ഇതിനിടയിൽ എത്ര ഉപദ്രവം നിങ്ങൾ സഹിച്ചു? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും റോൾ മോഡൽസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അതൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. എനിക്ക് പബ്ലിക്കിനോട് പറയാൻ ചമ്മലുള്ള കാര്യമാണ്, പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല. 27 വർഷമായി ഞാൻ ബാങ്കിൽ കയറിയിട്ട്. ATM കാർഡ് എനിക്കില്ല, പാസ്ബുക്ക് ഇല്ല, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഫിനാൻഷ്യൽ ഹാൻഡ്ലിംഗ് മുഴുവൻ എൻ്റെ ഹസ്ബൻഡാണ്. അതെന്റെ ബിസിനസിന്റെ ആയാലും അതെ പേഴ്സണൽ കാര്യങ്ങളെ. എനിക്ക് ശേഷം ഇവൻ ഓർഫനായി പോവോ എന്നുള്ള ഒറ്റ പേടിയിലാണ്. മമ്മീനെയല്ലേ എല്ലാരെയും കഴിഞ്ഞു ഇഷ്ടം? ഏറ്റവും ഫേവറേറ്റ് ആരാ? മീരയുടെ ഇമ്മാനുവൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അല്ലെ? ഇമ്മു ഹായ്, സുഖാണോ? ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? ചോറ്. എന്തോ കല്യാണത്തിന് പോയെന്ന് കേട്ടല്ല, എവിടെയായിരുന്നു കല്യാണം? കസിൻസ് വെഡിങ്. കസിൻസ് വെഡിങ്. ആ, അതിന് നല്ല ഭക്ഷണമായിരുന്നു, നല്ല ചോറായിരുന്നോ? അതിന് ക്ഷീണമാണോ തളർന്ന് കിടക്കുന്നത്? റൈസ് മാത്രമായിരുന്നോ? സോ മെനി ഫുഡ് ഉണ്ടായിരുന്നില്ലേ? വാട്ട് ഓൾ യു ഹാഡ്? എന്തൊക്കെ കഴിച്ചു പറഞ്ഞ ചേച്ചിയോട്? പിന്നെ വാട്ട് എൽസ്? പൊറോട്ട ഉണ്ടായിരുന്നോ? അപ്പം ഐസ്ക്രീം കഴിച്ചോ? കൊച്ചിന് ഇഷ്ടപ്പെട്ട അതൊക്കെയാന്ന് തോന്നുന്നല്ലേ? ഇഷ്ടപ്പെട്ടത് മാത്രം തെരഞ്ഞു പിടിച്ച് കഴിച്ചു. ചിക്കനാണ് ഏറ്റവും ഇഷ്ടം. ഓ, അതായത് ആദ്യം തന്നെ ചിക്കൻ പറയുന്നത്. അതെ അതെ. പക്ഷെ ഞങ്ങള് കോട്ടയംകാര് പറയുമ്പോ വേറൊരു സാധനം പറയുന്നത്. എന്തായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്? ഞാൻ പുള്ളി ഫിഷും ബീഫും ഒന്നും കഴിക്കില്ല. ഇല്ല, ഇഷ്ടമേ ഇല്ല. ഫിഷ് വല്ലപ്പോഴും നോണ പറയാം. ഞാൻ ഫിഷും കഴിക്കും കേട്ടോ. ഫിഷ് കഴിക്കുന്ന കൊച്ചാ. ഫിഷ് കഴിച്ചാൽ നല്ല ഫസ്സാണ് ഫിഷ് കഴിക്കാൻ. പക്ഷെ ഫ്ലഷി ഫിഷ് ഒക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിക്കും. കറി കഴിക്കില്ല അല്ലേ മോ? കറി ഇഷ്ടമില്ല. ബീഫാണ്, ബീഫ് കണ്ടാ മനസ്സിലാവും ആൾക്ക് ഇഷ്ടമല്ല. മാറ്റി വെക്കും. ചിക്കൻ എങ്ങനെ കൊടുത്താലും ചിക്കൻ, ഏത് നേരത്തും ചിക്കന്റെ അല്ലേ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ അല്ലേ? അങ്ങനെ ഭക്ഷണം നമ്മള് വാരി കൊടുക്കണോ? എല്ലാം തന്നെ കഴിച്ചോളൂ. എവിടെ പഠിക്കുന്ന കൊച്ച്? തൃപ്പൂണിത്തറ. ആ, എത്രാം ക്ലാസ്സിലാ? 8. മിടുക്കൻ. എത്ര നാളായി അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഈ വർഷം അവിടെ ആയത്. ചെറിയ ക്ലാസ് മുതല് ഗ്രിഗോറിയനിലായിരുന്നു, മരടില്. അപ്പൊ ഇവന്റെ ചേട്ടന്മാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മൂത്തയാൾ അവിടുന്ന് പാസ് ഔട്ട് ആയി പോയി. രണ്ടാമത്തെ ആളും പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോ പുള്ളി തന്നെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് ഇവനെ ജെം സ്കൂളിലേക്ക് മാറ്റി. നല്ല സ്കൂളാണ് ജെംസ്, കാക്കനാട്. 3 വർഷം അവിടെ പഠിച്ചു. അതായത് 4th സ്റ്റാൻഡേർഡ് വരെ ഗ്രിഗോറിയനിലായിരുന്നു. 5, 6, 7 ജെംസിൽ പഠിച്ചു. സ്കൂളാണോ? അല്ലല്ല, നോർമൽ സ്കൂളാണ്. സ്പെഷ്യൽ സ്കൂളിൽ വിടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഡിഫക്റ്റ് ഇവനില്ല. സ്പെഷ്യൽ സ്കൂളിലേക്ക് വിട്ടാലോ കുഴപ്പമെന്ന് വെച്ചാല് കുറച്ച് ഇവന്റെ ഗ്രോത്തിനെ താഴേക്ക് പോകും. നോർമൽ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇവന് തന്നെ തോന്നണം ഞാനൊരു നോർമൽ കുട്ടിയാണ്. നമ്മളെപ്പോഴും ചാലഞ്ചസ് ഉള്ള കുട്ടികൾക്ക് ആ ഒരു പോസിറ്റിവിറ്റിയാണ് കൊടുക്കേണ്ടത്. അവർ കുറവുള്ള കുട്ടികളാണ്, അവർക്ക് ഒരിക്കലും നമ്മളെ ഫീൽ കൊടുക്കരുത്. ദേ ആർ ജസ്റ്റ് നോർമൽ കിഡ്സ് എന്നുള്ള ഫീൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യും. ഇവന് ഷാഡോ ടീച്ചർ എപ്പോഴും ഇവന്റെ കൂടെ ഉണ്ടാവും. ബിക്കോസ് അവന് റൈറ്റിംഗ് റീഡിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഇവനൊരു സപ്പോർട്ടിംഗ് ടീച്ചർ ഉണ്ടാവും. നമ്മൾ തന്നെ സ്പെഷ്യൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പം ജെം സ്കൂളിലും അങ്ങനെയായിരുന്നു. ഈ വർഷമാണ് 8ാം ക്ലാസ്സിലാണ് ചോയ്സിലേക്ക് മാറ്റിയത്. അപ്പൊ ഇവൻ ഇനിയും 8ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സിലബസ് മറ്റു സ്കൂളുകളിൽ സിലബസ് കുറച്ച് ടഫ് ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു. പിന്നെ കുറച്ച് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് ലൈറ്റർ സിലബസിലേക്ക് വിടാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ NIOS എന്ന് പറഞ്ഞിട്ടൊരു സിലബസ് ചോയ്സിൽ മാത്രമേ ഉള്ളൂ. അത് അപ്പൊ അതായത് ഓപ്പൺ സ്കൂളിലാണ് അത്. അപ്പൊ അവർക്ക് സെലക്ടീവ് സബ്ജക്ട്സ് മാത്രം മതി.
കുറച്ച് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ആർട്ട്, അതുപോലെ സ്വിമ്മിങ്, പെയിന്റിങ്, പിന്നെ ഹോം സയൻസ്, അങ്ങനെ അങ്ങനെ മാത്സും ഒന്നും അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നില്ല. പിന്നെ ജോഗ്രഫി, ഹിസ്റ്ററി, ഇതൊക്കെ പഠിച്ചിട്ട് ഇവർക്ക് ലൈഫിൽ ഒരു ആപ്ലിക്കബിലിറ്റി ഇല്ല. ബയോളജി, കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. സോ അവനിപ്പം ഇംഗ്ലീഷാണ് ഇവന് ആകെ ഏറ്റവും നന്നായിട്ട്, ഇവന്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇംഗ്ലീഷിലാണ്. മലയാളം കുറച്ച് അറിയാവുന്നേ ഉള്ളൂ, പക്ഷെ മലയാളം മാനേജ് ചെയ്യും. ഞാൻ പെട്ടല്ല, എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. എന്നാ ചെയ്യും? നമ്മളെ പോലെ ഇംഗ്ലീഷ് സംസാരിച്ച ഇമ്മു ചമ്മിപ്പോ. എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിക്കുവോ ഇമ്മു? പേര് ചോദിച്ചു. ഇംഗ്ലീഷ് ചോദ്യം. ഇംഗ്ലീഷ് ചോദിച്ചേ. ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുന്നത്? My name is Sharanya Molkes. Okay. What's your name? Emmanuel. Can you say more about you? So I like drums. He's a drummer. Yeah, he plays drums. Drums ഭയങ്കര ഇഷ്ടമാണ്. Okay. Good in music, അല്ലേ? Yeah, singing or yeah, he sings. നല്ല പാട്ടുകാരനാ. ഒരു പാട്ട് പാടുന്നോ? ഒരു പാട്ട് പാടി തരാമോ? എനിക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ അറിയില്ല, മലയാളത്തിൽ ചോദിക്കാം. ഒരു പാട്ട് പാടി തരുമോ? ഓക്കെ. എന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങോട്ട് നോക്കാം. ഫോണിലാണോ പാട്ട് കിടക്കുന്നത്? ഒരു സംഭവം നമുക്ക് പാടി ചേച്ചിക്ക് അയച്ചു കൊടുക്കാം അല്ലേ? ഇപ്പൊ ഒരു ചെറിയ ചമ്മലുണ്ടല്ലേ? അയ്യോ, എന്നാ മുഖത്തിന് കൈ മാറ്റിക്ക, ഞാൻ ഇമ്മൂനെ ശല്യപ്പെടുത്തുന്നില്ല. ചമ്മലുള്ള ഉറങ്ങിപ്പോവാണോ? എന്റെ ദൈവമേ, ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് ഉറങ്ങിപ്പോവാന്ന്. അത്ര ബോറാണ് എന്റെ സംസാരം. ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടാണോ? ഓക്കെ. ഈ ഒരു ഉറക്കത്തിന്റെ ടൈം ആണ് ഇത്. പുള്ളിയുടെ ഒരു 4:35 ആകുമ്പോ ഒന്ന് വീട്ടിൽ ഉറങ്ങുന്ന ഒരു സമയമാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഏറ്റവും ഇഷ്ടം ഗെയിമിംഗ് ആണ്. ഗെയിം കളിക്കാനാണ്. അത് എത്ര നേരം വേണേലും കളിച്ചോളും, ഉറങ്ങുന്ന പരിപാടിയില്ല. ഉറങ്ങാൻ പറഞ്ഞാലും ഉറങ്ങില്ല, അല്ലേ? ഫേവറേറ്റ് ഗെയിംസ് അല്ലേ? ചേട്ടന്മാരുടെ കൂടെ ഗെയിം കളിക്കും. ഇയാളുടെ പേര് ഇമ്മാനുവൽ. മൂത്ത രണ്ടുപേരുടെ? രണ്ടാമത്തെ ആള് ജയന്ത്. മൂത്ത ആള് മൂത്ത ചേട്ടൻ പറ പേര്. വലിയേട്ടന്റെ പേരെന്താ? പ്രണവ്. പ്രണവ്, ജയന്ത്, ഇമ്മാനുവലിനെ മാത്രം എന്താ ഇമ്മാനുവൽ എന്നിട്ട്? ഇമ്മാനുവൽ ഈസ് എ മിറക്കിൾ ബേബി. ഇവന്റെ ജനനം തന്നെ ഭയങ്കര മിറക്കിളാണ്. എന്റെ 7th മന്തില് ഇവൻ എന്റെ വയറ്റിലിരുന്ന് ബേൺ ചെയ്തു പോയ കുട്ടിയാ. എന്നുവെച്ചാൽ എനിക്ക് ഫ്ലൂയിഡ് ഇല്ലാണ്ടായി പോയിട്ട് ഇവനെ എടുക്കാൻ പറ്റില്ല എന്ന് വരെ ഡോക്ടർ പറഞ്ഞു. കാരണം കുട്ടിയെ കിട്ടില്ല. ഐദർ ദ മദർ ഓർ ദ ബേബി, ഏതെങ്കിലും ഒന്നേ സർവൈവ് ചെയ്യുള്ളൂ. 7ാം മാസത്തിൽ അറിയുന്നത് തന്നെ. ഫ്ലൂയിഡ് കുറഞ്ഞു, പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഫ്ലൂയിഡ് അങ്ങ് സ്റ്റക്ക് ആയിപ്പോട്ട്. ഇവന് റെസ്പിറേഷനും ഇല്ല, ഇവൻ ബ്രീത്തിങ് ഇല്ല, ഇവന്റെ പൾസ് പോയി, ഇവന്റെ ഹാർട്ട് നിന്നുപോയി. അങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു. ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വന്നു. പെട്ടെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ വരെ പോലും ഈ കുട്ടി വയറ്റ് കിടക്കില്ല, മരിച്ചു പോകും. ഇൻ കേസ് ബ്ലീഡിംഗ് ആയ അമ്മയ്ക്കും പ്രശ്നമാവും എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ചെക്കപ്പിന് പോയതാ. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് ഇവന്റെ റെസ്പിറേഷൻ നോർമൽ ആവാനുള്ള ഒരു ഇഞ്ചക്ഷൻ എനിക്ക് തന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇവനെ പെട്ടെന്ന് സർജറി ചെയ്തെടുത്തു. പക്ഷെ ക്രൈ ഉണ്ടായിരുന്നില്ല മോന്. ഫസ്റ്റ് ക്രൈ ഇല്ലാത്ത ആവുമ്പോ കുട്ടികൾക്ക് ഒത്തിരി ഡിഫക്റ്റ് വരും. അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ആ ഫസ്റ്റ് ക്രൈയിലാണ് ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് ബൂസ്റ്റ് ആവുന്നത്. അപ്പം ബ്രെയിനിലേക്ക് ബ്ലഡ് പോകും, അതെല്ലാം. അപ്പം ടോട്ടലി ഒരു കുഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ആ ക്രൈ വേണം. അതിനാണ് പണ്ടൊക്കെ കരയാത്ത കുട്ടികളെ പിടിച്ച് ആട്ടുന്നൊക്കെ നമ്മള്. അത് കരഞ്ഞു വേണം ഇവരുടെ എല്ലാം നോർമൽ ആവാൻ. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടായിപ്പോയപ്പോഴത്തേക്ക് കുഞ്ഞിന് കുറച്ച് ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അമൃതയിൽ ഒരു 27 ദിവസം ഞങ്ങൾ വെന്റിലേറ്റ് ചെയ്ത് കിടന്നു അമൃത ഹോസ്പിറ്റലിൽ. ഇവനെ വെന്റിലേറ്ററിൽ NICU-ലായിരുന്നു. ഇവനെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുവായിരുന്നു. വെന്റിലേറ്റർ മാറ്റി ഇവൻ പോയി. അങ്ങനെ ആർട്ടിഫിഷ്യൽ ബ്രീത്ത് കൊടുത്താണ്. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിച്ചു ഒരുപാട് പേര്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ശരിക്കും ഇവൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് എഴുതി റൈറ്റ് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു. ഒരു വെറും പീസ് ഓഫ് വെജിറ്റബിൾ 1.5 കിലോയേ ഉള്ളൂ. ഒരു പീസ് ഓഫ് വെജിറ്റബിൾ ഇങ്ങനെ കിടക്കുന്നത്. അത് നീ സർവൈവ് ചെയ്ത് വന്നാലും നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ശല്യമായിരിക്കും എന്ന് ഡോക്ടർ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്ത് വന്നാലും ശരി ഈ കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കൊണ്ടുവെക്കോ, നിങ്ങൾ വളർത്തി നോക്ക്, ഒരു 50-50 ചാൻസിൽ കയ്യിലേക്ക് ഇങ്ങ് തന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് തന്നതാ. അങ്ങനെ അവിടെ നിന്നാണ് ഇന്ന് ഈ 15 വയസ്സുകാരൻ മിടുക്കനായിട്ട്. അപ്പൊ എനിക്ക് ആ സമയത്ത്
ഒരു സ്പിരിച്വൽ ഒരു ഇതിലായിരുന്നു ഞങ്ങള്, ഒത്തിരി പ്രാർത്ഥനയും അങ്ങനെയൊക്കെ. അങ്ങനെ വന്നപ്പോ എനിക്ക് ഗോഡ് ഇസ് വിത്ത് us എന്നാണ് ഇതിന്റെ മീനിങ്, അറിയാമല്ലോ. ബിബ്ലിക്കൽ മീനിങ് ഇമാനുവൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഇസ് വിത്ത് us, ദൈവം നമ്മുടെ കൂടെ. അതുകൊണ്ടാണ് ഇവന് ആ ഒരു പേര് ഞാൻ തന്നെ ഇട്ടതാ. മൂത്ത രണ്ടുപേർക്ക് ന്യൂട്രൽ ആയിട്ട് പെട്ടെന്ന് അവർക്ക് ആ ഒരു ഇത് തിരിച്ചറിയില്ല. നമുക്ക് അങ്ങനെ ഒരു വി കോൾ ഹിം ഇമ്മൂച്ച്, അതാ പറഞ്ഞെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് റിലീജിയൻ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു റിലീജിയൻ ഒന്നും വീട്ടിൽ ഡിസ്കസ് ചെയ്യാറില്ല. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇതൊന്നുമല്ല. എല്ലാം നമ്മുടെ ഫ്രണ്ട്സും മക്കളെ പോലും അത് പറഞ്ഞല്ല വളർത്തിയേക്കുന്നത്. ദൈവമുണ്ട് മക്കളെ, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് അവരെ അവർക്ക് അത് വിശ്വാസമുണ്ട്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല ഒന്നും. പിന്നെ എന്താ പറയണ, മതഭ്രാന്ത് ഇതൊന്നും നമ്മുടെ ഫാമിലിയിൽ ഇല്ല. അപ്പൊ ഇമ്മു അങ്ങനെ കുറേ നാള് വെന്റിലേറ്ററിലൊക്കെ കിടന്ന് ദൈവം ഗിഫ്റ്റ് തന്ന കുട്ടിയാണ് ശരിക്കും. അത് 3 മാസം പോലും ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതിയ കുഞ്ഞാണ്. പക്ഷെ മിറക്കിൾ ബേബി ആവാൻ ഭയങ്കര മിറക്കിളാണ് അവന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇമ്മു മിറാക്കിൾ ബേബി ആണെന്നാണോ പറയുന്നേ? ഇമ്മു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. പക്ഷെ മമ്മി പറഞ്ഞു ഇമ്മാനുവൽ മിറാക്കിൾ ബേബി ആണെന്ന്. ആണ് കേട്ടോ, നല്ല പയ്യനാ, നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവന്റെ എല്ലാം. കുട്ടികളുടെ അടുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ജോവിയിലാവൻ, ആരോടും ഫൈറ്റ് ചെയ്യില്ല. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടം. ഏത് സ്കൂളിൽ പഠിച്ചോ അവിടുത്തെ അല്ലേ, ലോട്ട് ഓഫ് ഫ്രണ്ട്സ് യു ഹാവ് അല്ലേ. സീനിയേഴ്സിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ഏത് സ്കൂളിൽ പഠിച്ചോ അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ അവന്. ഈ മീര ഇപ്പം പറഞ്ഞോളെ, ഈ നമ്മുടെ കുടുംബത്തില് നമുക്ക് സാധാ കുഞ്ഞുങ്ങളെ വളർത്താൻ, അത് സാധാ കുഞ്ഞുങ്ങൾ എന്നല്ല, നോർമലി ഒരു പേരൻസിന് നമ്മള് നോർമൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പേരൻസിന് കുട്ടികളെ വളർത്തുന്നതിന് ടാസ്കാണ്. അക്കൂട്ടത്തിലാണ് നമ്മൾക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ള കുട്ടികളും കൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആ സമയവും ഈ പറയുന്ന ചാനൽ പരിപാടികള്, ഈ പറയുന്ന ബിസിനസ് എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോയി? അത് ഞാൻ തന്നെ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത്, ഞാനിത് എങ്ങനെ ഇത്രയും കടന്നു വന്നു എന്ന് വെച്ചാല്, ഇവൻ മോനുണ്ടായ ആ വർഷം വരെയും ഞങ്ങൾ അങ്ങനെ എന്താ പറയണ്ടേ, എന്റെ മൂത്ത 2 കുട്ടികളും സാധാരണ അവർക്ക് അങ്ങനെ ചാലഞ്ചസ് ഒന്നുമില്ല, നോർമൽ ലൈഫായിരുന്നു 12 വർഷം. അപ്പോഴാണ് ഇവനെ പ്രഗ്നന്റ് ആവുന്നത്, ഇവനുണ്ടാകുന്നതും. ഇവനുണ്ടായി ഒരു 2 വർഷത്തിന് ശേഷമാണ് എനിക്കൊന്ന് വലിയൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവന്റെ ജനന ശേഷം ഒരുപാട് ബ്ലെസ്സിങ്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി നമ്മൾ കണ്ണുനീരിനിടയിലും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഇവനെ നിലത്ത് വെക്കാതെയാണ് വളർത്തിയേക്കുന്നത്. അവൻ 2.5 വയസ്സിലാണ് നടന്നു തുടങ്ങിയത്. അപ്പം എഴുന്നേറ്റ് നിൽക്കില്ലായിരുന്നു കുഞ്ഞ്. അപ്പൊ അത്രയും ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, മോന് ബോഡി അത്ര വീക്കായിരുന്നു. അപ്പൊ ഒത്തിരി നമ്മൾ ഫിസിയോതെറാപ്പി, ഡോക്ടേഴ്സിനെ കാണിക്കുക, പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ, ഒരുപാട് ട്രീറ്റ്മെന്റ്, പിന്നെ ഇവിടെ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു, ഒരു സർജറി കഴിഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അപ്പോഴൊക്കെയും ഇവന്റെ ചേട്ടന്മാരും അച്ഛനും ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മീൻസ് പിന്നെ നമുക്കൊരു സ്പിരിച്വൽ സപ്പോർട്ട്സ് നമ്മുടെ ചർച്ചിൽ നിന്നും അങ്ങനത്തെ ഫാമിലികളിൽ നിന്നും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഫാമിലിയാണ് ഇവനെ എന്താ പറയണ്ടേ, ഇവന്റെ എല്ലാ ഡെവലപ്മെന്റും ഞങ്ങൾ 5 പേരും ഒന്നിച്ച് നിന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ പറഞ്ഞ ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നിങ്ങൾ 4 പേരും കൈ ഒന്നിച്ച് വെച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം ശരണ്യനോട് ചോദിച്ച പോലെ എങ്ങനെ ഞാനിതൊക്കെ മാനേജ് ചെയ്തു എന്ന് ചോദിച്ചാല്, എന്റെ 2011 ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ അന്ന് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അങ്ങനത്തെ കാര്യത്തിലേക്ക്. പുള്ളിക്ക് ഇഷ്ടമാണ് ചാനലിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ എന്റെ കുക്കിങ് എല്ലാരോടും പറയും, അവള് ഉണ്ടാക്കുന്ന ഡിഷസിന്റെ ഒന്നും ടേസ്റ്റ് ഒന്നും വേറെ ആരും വെച്ചാൽ ശരിയാവില്ല. ഏറ്റവും ഇഷ്ടം ആളുടെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതെല്ലാവരോടും പറയും. അതൊരിക്കലും ഒരു തള്ളല്ല, സത്യമായിട്ട് പറയുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങള്. മോശമാണെങ്കിൽ അത് എടുത്ത് പറഞ്ഞു തരുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഇവന്റെ എല്ലാ കാര്യത്തിലും അച്ഛനായിരുന്നു ഇവന്. അതൊരു വലിയ സംഭവമാണ്. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ് ആദ്യം ഒരു കേക്കും വൈനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസംബറിൽ ഒരു പ്രോഗ്രാമിന് ഒരു ചാനലിൽ നിന്ന് വിളിച്ചത്. അപ്പൊ ആ ചേച്ചി ആ സമയത്ത് പുള്ളിക്കാരിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എൻ്റെ അടുത്ത്, ഞാൻ അത്യാവശ്യം എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്ന് നമ്മളിങ്ങനെ ആ ഒരു സർക്കിളിലൊക്കെ സംസാരിക്കുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ ലേഡീസ് മീറ്റിങ്ങുകളും അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കല്, നമ്മൾ ഒന്നിച്ചൊരു ഫുഡ് കൊണ്ടുപോയി ഒരു വീട്ടിൽ കഴിക്കുക, അത് കേട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ചേച്ചി ആ ചാനലിൽ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ ഒരു പേടിയുണ്ട്. അപ്പൊ മീര എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, എന്റെ ഫ്രണ്ടാണ്, അവള് ചെയ്യട്ടേന്ന് ചോദിച്ചപ്പോ അവരെന്നെ വന്ന് സംസാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ആ ചാനലിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ബൈ ഗോഡ്സ് ഗ്രേസ്. അന്ന് മുതൽ ഈ 11 വർഷവും ഞാൻ
റെഗുലർ ആയിട്ട് എല്ലാ ചാനലിലും, നമ്മുടെ മലയാളത്തിൽ എല്ലാ ചാനലിലും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബേക്കിങ്ങിലേക്ക് തിരിഞ്ഞു, ബേക്കിംഗ് ടീച്ചറായി. ഒരു 1000-ഓളം സ്റ്റുഡൻസിനെ ബേക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, കേക്ക് ഡിസൈനിങ് ആൻഡ് ഐസിങ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കുട്ടികൾ വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട്, പേരുകേട്ട ബേക്കേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ജഡ്ജ്മെന്റിനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാം, കുക്കറി അതായത് മത്സരങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളേജുകളിൽ ഓൾ ഓവർ കേരള മെയിൻ ആയിട്ടുള്ള കോളേജുകൾ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലാസ്സസ് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇതിനെല്ലാം സമയം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബിസി ആയിരുന്നു, എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു. അത്ര ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു മീറ്റിംഗ്, അടുത്തത്, പിന്നെ അടുത്ത പ്രോഗ്രാം. ആ ഒരു ദിവസത്തിൽ ചിലപ്പോൾ 4-5 കാര്യങ്ങൾ. ഇതിനെല്ലാം ഇടയിലും മക്കളുടെ മുഴുവൻ കാര്യങ്ങളും അതിനൊത്തിരി ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു. മീൻസ് ഇപ്പം ചില ദിവസങ്ങൾ എനിക്ക് സ്റ്റുഡിയോയിൽ ഷൂട്ടുള്ള ദിവസം പുള്ളി ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. ഇവിടുന്ന് സ്വന്തം സ്ഥാപനമാണെങ്കിൽ പോലും മക്കളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു ആള്. അങ്ങനെയൊക്കെ ഇവൻ ചെറിയ ഏജിൽ മുതലേ എനിക്ക് ഷൂട്ടുകളായിരുന്നു. ഇവന് 2 വയസ്സ് മുതൽ ഇവന്റെ ഈ ഒരു 3 വർഷം മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ അത്രയും ബിസി ആയിരുന്നു. പിന്നെ ഒരു കോവിഡ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം റെസ്റ്റോറന്റ് തുടങ്ങിയ ശേഷമാണ് പിന്നെ ഞാൻ അധികം ഷൂട്ടുകളിലേക്ക്. അപ്പോഴും എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടി. അതായത് മീരനെ സഹായിച്ച കോട്ടയം ഭാഷയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ കുക്കറി ഷോയിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ കുക്കറി ഷോ കാണിക്കരുത് ഒരിക്കലും. ഇപ്പൊ ഞാൻ എന്റെ കുക്കറി ഷോകൾ യൂട്യൂബിലൊക്കെ എല്ലാം നോക്കിയിട്ട് ഇപ്പൊ ഓരോരുത്തർ ലേഡീസ് ഒക്കെ വിളിക്കുമ്പോൾ അവർ പറയും ഞങ്ങളോട് നേരിട്ട് നിന്ന് ഇങ്ങനെ അത്ര ഉള്ളി എടുക്കണേ, ഒരു 5 ഉള്ളി അരിഞ്ഞാണേ, അല്ലെങ്കിൽ ഇത്ര ബീൻസ് എടുക്കണേ, ഇത്ര തേങ്ങ മതി. അപ്പൊ നമ്മള് കോക്കനട്ട് ഹാഫ് ഇങ്ങനെ നമ്മള് 1 ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്യണേ. ഇങ്ങനെയൊക്കെ നമ്മള് ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്ത് പറയേണ്ടടുത്ത് പറയണം, പക്ഷെ അതിനെ ഒരു സ്ലാങ്ങിൽ പറയണം. നമ്മളിപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, കേൾക്കുന്നവർക്ക് ഒരു സുഖം തോന്നണം. അതായത് നമ്മളോട് പറയുമ്പോ നമുക്കത് തോന്നണം, അയ്യോ നമ്മുടെ ഭാഷയാണല്ലോ, അതായത് ഒരു ഫീല് വരും. അത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ആ മീൻ കഴുകുന്നതിന് മുന്നേ ഇച്ചിരി ഉപ്പിട്ട നല്ല രസമായിരിക്കും. ഈ ഒരു സ്ലാങ് ആണെങ്കിൽ അവർക്ക് അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ലേ, ഭയങ്കര ഒരു 100 ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങളൊന്നും ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. ആർക്കും എഴുതിയെടുക്കാൻ തോന്നൂല. 10 എണ്ണം, ഒരു 10 ഇൻഗ്രീഡിയന്റ് ഉള്ള ഒരു സാധനം ഒന്ന് അവതരിപ്പിച്ച് നോക്കിക്കേ, അത് എഴുതിയെടുക്കാനും അത് ട്രൈ ചെയ്യാനും ലേഡീസിന് തോന്നും. അതാണ്. അല്ല, സത്യം പറഞ്ഞുണ്ടല്ലോ, ഇപ്പോ അതായത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ പാചകത്തിനും ഭയങ്കര ഒരു പബ്ലിസിറ്റി വരാൻ കാരണം പെൺകുട്ടികളെല്ലാം പഠിച്ചു, ജോലി മേടിച്ചു, അവര് പിന്നീട് കുക്കിങ്ങിലേക്ക് തിരിഞ്ഞു ഒരുപാട് പേര്. അല്ല, പണ്ടൊക്കെ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കുക്കിങ്ങിന് ഒന്നും സമയമില്ല, പഠനവും ജോലിയൊക്കെ. ഇപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ നോക്കി പലരും പ്രൊഫഷനാക്കി പാഷൻ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. മാത്രല്ല അവർക്ക് ഒരു സമയം കിട്ടുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ, ബാച്ചിലേഴ്സിനോട് ചോദിച്ചാൽ മാഗി അല്ലെങ്കിൽ മറ്റേ ബ്രെഡ് ഓംപ്ലേറ്റ്, ഇതൊക്കെ മാറിയിട്ടേ പെട്ടെന്ന് നമ്മൾ കുക്കറിയുടെ കുക്കിംഗ് അറിയാവുന്ന യൂട്യൂബ് അല്ലേ ഉള്ളത്. ഒരു കോൺഫിഡൻസ് നിങ്ങളെ പോലെ കുറെ ആളുകൾ ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആയത്. പിന്നെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു സന്തോഷം. എവിടെ ചെന്നാലും ഇവിടെ ഒരു ജാട സാധനം എന്നുള്ള ഇമേജിലല്ല നമ്മളെ ആരും കാണുന്നത്. അയ്യോ മീര ചേച്ചി എന്ന് വിളിക്കുന്ന ആ സ്നേഹം, അല്ലെങ്കിൽ മീര എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ, പ്രോഗ്രാം കാണാറുണ്ട് കേട്ടോ, എന്ത് രസമായിട്ടാ പറഞ്ഞു തരുന്നത്. അത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം ഇമ്മാനുവൽ കൊണ്ടുവന്നതാ. ഇമ്മാനുവൽ ആണ് കേട്ടോ, ഞങ്ങളുടെ ലക്കി സ്റ്റാർ ആണ് ഞങ്ങളുടെ. എന്നാലും ഈ പറഞ്ഞ പോലെ ശരണ പറഞ്ഞ പോലെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം ഹെക്റ്റിക് ആയിട്ടാണ് നടത്തിയ കേട്ടോ, ഒന്നും റിലാക്സ്ഡ് അല്ലായിരുന്നു. അവിടെയും സന്തോഷമായിരുന്നു. എത്രയൊക്കെ പെയിൻ ഉണ്ടായിരുന്നെങ്കിലും പെയിനുകൾ ഇഷ്ടം പോലെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ അതിനിടയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് ഭയങ്കര വലുതായിരുന്നു. ഇമ്മാനുവലെ, മമ്മി ഉണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ആണോ? വെരി ടേസ്റ്റി ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ഇമ്മാനുവലിന് മമ്മി ഉണ്ടാക്കുന്നേ? പാസ്ത. ചിലപ്പോ പറയും ബെസ്റ്റ് കുക്ക് ഇൻ ദ വേൾഡ് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്നെ സൂചിപ്പിക്കാൻ പറയും. എന്തെങ്കിലുമൊക്കെ ഉണ്ടായി, മൈ മോം ഷീസ് ദ ബെസ്റ്റ് കുക്ക് ഇൻ ദ വേൾഡ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. മമ്മേനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? ചാനൽസില് അല്ലേ, സോ മെനി ടൈംസ് ഇൻ ടിവി. മറന്നുപോയോ? എന്നിട്ട് കാണുമ്പോ അമ്മ അമ്മ ഇറ്റ്സ് യു. മറന്നുപോയോ? കുഴപ്പമില്ല. എക്സൈറ്റഡ് ആവോ? അന്നേരം കാണുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. അപ്പൊ വന്ന് നോക്കുവോ അകത്ത് അമ്മയുണ്ടോ? കാണാറുണ്ട്.
ഉണ്ടായിരുന്നു. അല്ല അത് കണ്ടിട്ട് അമ്മ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുമെന്ന്. അല്ല, ഷൂട്ടെല്ലാം വീട്ടിൽ വെച്ചായിരുന്നു. ഒരു കാലഘട്ടം വരെ സ്റ്റുഡിയോ തുടങ്ങുന്നിടം വരെയും എല്ലാ ചാനലിലെ ഷൂട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാം. പിന്നെയാണ് ഒരു ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് മാത്രമേ ഞാൻ സ്റ്റുഡിയോസിൽ പോയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ വീട്ടിലായിരുന്നു. അത് തന്നെ നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുക. അതെ അതെ അതെ. പിന്നെ 2 പഴയ കാലത്തെ ആൾക്കാർ പറയും ഫുഡ് വെച്ചിട്ട് പുരുഷന്റെ മനസ്സൊക്കെ വയറ്റിക്കൂടിയാന്നല്ലേ അങ്ങനെയൊക്കെ പറയും. അതിന് മറ്റു വേറെ വർത്താനമുണ്ട്, കൈവശം കൊടുത്ത് നീ എന്ത് കൈവശം നമ്മളിങ്ങനെ പറയുന്നത് എന്ത് കൈവശം കൊടുത്തത് ഒന്നുമില്ല. നമ്മള് സ്നേഹപരമായി നമ്മള് ചെയ്യുമ്പം നമ്മുടെ മൈൻഡ് അതിനകത്ത് അർപ്പിച്ചാലുണ്ടല്ലോ രുചി കൂടും. അതായത് തട്ടിക്കൂട്ടുന്ന ഒരു സാധനവും നമ്മള് ഭയങ്കരമായിട്ട് അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയേ, ഓ ഇത് നന്നായി വരണം, അതിനകത്ത് വലിയ വലിയ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മൈൻഡ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊരു സാധനം ഉണ്ടാക്കിയാല് അതിന് രുചി. അതെനിക്കും പണിയാണ് ചില സമയം. റൂമില് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ചെല്ലുമ്പോ റൂംമേറ്റ് ഷാനി ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ, അപ്പൊ നമ്മള് തട്ടിക്കൂട്ടി എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാ. 2 ദിവസം കഴിയുമ്പോ ചോദിക്കും മറന്നുപോയി, അന്ന് എന്താണ് ഇട്ടേന്ന് മറന്നുപോയി. അതെ അതെ, കറക്റ്റ് ആണത്. കിട്ടുന്ന ചെറിയ ചെറിയ സാധനം വെച്ച് ഒരു ടേസ്റ്റ് മേക്കർ എന്നുള്ള രീതിയിൽ കൈ കിട്ടുന്നത് നമ്മൾ ആ സമയത്ത് വെച്ച് ഉണ്ടാക്കി വിടും. മിക്കപ്പോഴും മുളകോ ചമ്മന്തി ആയിരിക്കും, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്. അത് കൃത്യമായിട്ട് പറയാം. അത് പിന്നെ നമുക്ക് സ്ഥിരമാകും. പണി ഞാൻ കഴിഞ്ഞ പണിയെടുപ്പിക്കുന്നത് എന്നുള്ള കുഞ്ഞു കുഞ്ഞു ഇത് പറഞ്ഞാൽ നമ്മളെല്ലാം ഹെക്ടിക് ആണ്. അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിക്കല്ലേ, ഇത് എനിക്കൊന്ന് കുറച്ച് മുന്നേ ഒരു ഡയലോഗ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, യു ആർ എ സ്ലേവ്, ലൈക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ സ്ലേവറി. ഇമോഷണൽ നമ്മളെ എല്ലാരും അങ്ങനെ ഇമോഷണലി ബ്ലാക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷന് കിട്ടില്ല കേട്ടോ അത്. നമ്മളൊക്കെ എനിക്കൊന്ന് അമ്മമാരുടെ കയ്യിൽ നിന്ന് കണ്ടുപഠിച്ച്, അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് ഉണ്ട്, നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുലസ്ത്രീ ഉണ്ട്. അയ്യോ കറക്റ്റ് ആണത്. പിന്നെ ജനിച്ച് വളർന്നത് വില്ലേജിലാണ്, അപ്പൊ അതിന്റെ വ്യത്യാസം എത്രയല്ലോ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മെട്രോ സിറ്റിയിൽ വളർന്ന പെൺകുട്ടികളോട് ഇതൊക്കെ പറഞ്ഞുണ്ടല്ലോ കരണം അടിച്ചടി കിട്ടും. ഇന്നത്തെ ഒരു തലമുറയില് അവര് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മുൻകോപമുള്ള ആളാണ് ആള്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. പിന്നെയും ഞാൻ വിചാരിക്കും ഓക്കെ, ആളുടെ ഒരു ദേഷ്യം തീർക്കലാണത്. അപ്പം ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ക്ഷമയുള്ള ആളാണ്. ഞാൻ എൻ്റെ മക്കളോട് ആണെങ്കിലും അതെ പുള്ളിയോടാണെങ്കിലും ഒരു 100 പ്രാവശ്യം ക്ഷമിച്ച് കഴിഞ്ഞിട്ട് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ പാർട്ട്ണർക്ക് ചിലപ്പോൾ അത് സാധിച്ചിട്ടുണ്ടാവില്ല. പുള്ളിക്ക് ബിസിനസ്സിൻ്റെ സ്ട്രെസ്സ്, നാളെ എങ്ങനെ മാനേജ് ചെയ്യണം, ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു വ്യക്തി. പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്നാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ട? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 27 വർഷത്തിനിടയിൽ 27,000 പ്രാവശ്യം വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്, 54,000 പ്രാവശ്യം ഇതേ ശരിയാവുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ പൊതുവേ സ്ത്രീകൾ ആലോചിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടാന്ന് ഒത്തിരി പ്രാവശ്യം തോന്നിയാലും നമ്മൾ ആ കരഞ്ഞു തീർക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും, നമ്മൾ ഫൈറ്റ് ചെയ്യും, വഴക്കുണ്ടാക്കും, ഇറങ്ങി പോകാൻ ചിലപ്പോൾ പോയിട്ടുമുണ്ട്. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വന്നു പോകും. മക്കളുടെ കാര്യം ആലോചിക്കും. ഈ വ്യക്തി വേറൊരു ലൈഫ് തിരഞ്ഞെടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള പേടിയിൽ വേണ്ട ഞാൻ തന്നെ മതി എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. വേറെ ആരിലേക്കും പോകരുത് എന്നൊക്കെ. അതൊക്കെ എനിക്കൊന്ന് പൊസസീവ്നെസ് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാമത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മെട്രോ സിറ്റിയിൽ വളർന്ന പെൺകുട്ടികളോട് ഇത് കേൾക്കുമ്പോൾ അവരടിക്കും. അതിപ്പം മീര പറയുന്നതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. ക്ഷമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്തിനു ക്ഷമിക്കുന്നു എന്ന് ചോദിക്കുന്നത്. എല്ലാവരും അത് ചോദിക്കും. ഇപ്പൊ നമ്മളുടെ ഇന്റർവ്യൂ കാണുന്നവരും ചോദിക്കും അതെ അവരെന്താണ് അങ്ങനെ പറയുന്നത്. ഉറപ്പാണ് 50-50 ചാൻസ് ആണ്. ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എങ്ങനെ ഉൾക്കൊള്ളൂ എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. കാരണം ഒരു പരിധി വരെ ആൾക്കാർ പറയും എന്തിനാ മീര അങ്ങനെ ക്ഷമിക്കുന്നത്, വേണ്ട നിനക്ക് പോയി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിച്ചൂടെ, 3 കുട്ടികളെ നിനക്ക് വളർത്തിക്കൂടെ, നിനക്കൊരു ജോലി ചെയ്തു, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ചിലതൊന്നും എനിക്ക് ആൻസേഴ്സ് ഇല്ലാത്തതാണ്. അപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പ്രാക്ടിക്കലി അവർക്ക് എളുപ്പമായിരിക്കുന്ന കാര്യങ്ങളുമാണ്. ഞാൻ എന്നോട് തന്നെ സ്വയം അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്നത്, ചില ആളുകൾക്ക് അതിനൊരു ധൈര്യം ഉണ്ടാകും, അതെ ചില ആളുകൾക്ക് സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനൊരു ഇമോഷണൽ കിഡും അതുപോലെ പാമ്പറിങ് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
ഐ നീഡ് പാമ്പറിങ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവൂലോ നമ്മുടെയൊക്കെ ലൈഫില്. ഇവരോട് തന്നെ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്, ഇവരെപ്പോഴും കൂടെ. ഞാനതന്നെ പറഞ്ഞ പൊസസീവ്നെസ് എന്ന് പറഞ്ഞ വേർഡിന് എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിനൊരു എന്താ പറയുക പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവും. ഞാൻ ചോദിക്കാൻ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരാളോട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അതായത് സ്ത്രീയെ അപമാനിക്കുകയോ കൈ ഉയർത്തുകയോ ചെയ്താൽ ഒരു അടി കൊള്ളാൻ മാത്രമേ നിൽക്കാവൂ, ഒരു അടി പോലും കൊള്ളാൻ നിൽക്കരുതെന്നാണ് പെൺകുട്ടികളുടെ ഒരു പ്രതിജ്ഞയായിരിക്കണം അത്. അതെ, എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ആള് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പിന്നെ അയാളെ ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് അയാളെ പുരുഷനായിട്ട് പോലും ചിന്തിക്കാൻ പറ്റില്ല. സത്യമാണത്. കാരണം എത്ര സ്നേഹം ഉണ്ടെങ്കിലും നമുക്ക് തല്ലാൻ പാടില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ തല്ലണത്? അതെ, നമുക്ക് തല്ലാൻ പോലും തോന്നൂല. ഇൻ കേസ് ഇവര് പറയുന്നത് തല്ലി നന്നാക്കാന്നൊന്നുമില്ല. സ്നേഹം കൊണ്ട് മാറ്റാത്ത ഒരു ഭാഷയും. ഞാനും പറയും, നമ്മള് സംസാരിച്ച് കുട്ടികൾ നന്നാവുന്നില്ലെങ്കിൽ ലാസ്റ്റ് വേണം. പക്ഷെ വേണ്ട, എന്തിനാണ് അടി എന്ന് പറയുന്നത്? അതെന്നും മനസ്സിൽ കിടക്കും നമുക്ക്. അതൊരു ഭയങ്കര പെയിൻ ആയിട്ട് നമ്മളെ അപമാനിക്കാവുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണത്. ദേഹോപദ്രവം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും. കാരണം ഞാൻ എന്റെ ചെറുതിലേ ഞാനൊരു റിമോട്ട് ഏരിയയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അവിടത്തെയുള്ള ഒരു ദിവസം വെളുപ്പിനെ ഞങ്ങളുടെ വീട്ടിൽ അന്നൊന്നും കഥകൊന്നുമില്ല, കഥയില്ല. അപ്പൊ ഇങ്ങനെ സാരി ഇട്ടേക്കുന്നത്. അപ്പൊ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിലെ കട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഇങ്ങനെ ഇവിടെ കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെയും കട്ടിൽ, ഇവിടെ ഞങ്ങളുടെ കട്ടില്. ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കട്ടിലിന്റെ ഇവിടെ വെളുപ്പിന് ഞങ്ങൾ 6 മണിയായപ്പോ എണീറ്റപ്പോ ഒരു ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ചേച്ചി 2 കണ്ണ്, പെട്ടെന്ന് നമ്മള് പേടിച്ചു. വെളുപ്പിനെ എന്താ, തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാ. ഭർത്താവ് എടുത്തിട്ട് അടിച്ചിട്ട് ഇറങ്ങി ഓടി വന്ന് നമ്മുടെ വീട്ടിൽ സുരക്ഷയ്ക്കിരിക്കുന്ന, അതായത് ദേഹത്ത് ഡ്രസ്സില്ല അവരുടെ, അതായത് വലിച്ചു കീറി പറിച്ച്. എന്റെ ചെറുതാണ്, ഞാനൊരു 4. പിന്നില്ലേ അപ്പൊ എനിക്കിങ്ങനെ മനസ്സിലായി ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. മറ്റൊരാളുടെ മുന്നിൽ ചെന്നിട്ട് എന്നെ ഭർത്താവ് അടിച്ചു, പക്ഷെ അവർക്കത് അവര് നോക്കുമ്പോ അവര് പിറ്റേ ദിവസം അവര് ഓക്കെയാണ്. ഭർത്താവ് കള്ളിറങ്ങുമ്പോ അല്ലെങ്കിൽ അവര് ഓക്കെയാണ്. അതാണ് ആ വ്യത്യാസം. അത് ഓക്കെ ആവുന്നുണ്ട് പലരും. അതെ, പല സ്ത്രീകളും ഞാൻ കണ്ടിരിക്കുന്ന പല സ്ത്രീകളും അതെ. എല്ലാരും ചോദിക്കും എന്തിന് ഇത്ര വർഷം സഹിച്ചു, ഇതിനിടയിൽ എത്ര ഉപദ്രവം നിങ്ങൾ സഹിച്ചു? 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളത് പറഞ്ഞു, പുള്ളിക്കത് തെറ്റ് മനസ്സിലായി, പുള്ളി അവിടെ ക്ഷമ ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റുമോ? പുറത്തോട്ട് ഇറങ്ങിയ ഒരുപക്ഷെ ആ ലേഡിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ആയിരിക്കില്ല. ആ ഒരു സ്ട്രഗിളിന്റെ ആലോചിക്കുമ്പം പലരും കോംപ്രമൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്റെ പല ഫ്രണ്ട്സും പല സ്ത്രീകളും എന്നോട് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് കേട്ടാ സഹിക്കില്ലാത്ത ഇൻസിഡൻസ് ആണ് ഓരോരുത്തരും ഒതുക്കിപ്പിടിച്ചിരിക്കുന്നത്. തിരിച്ചു പോകാൻ ഇടവില്ല. അതാണ്, പേരൻസിന്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. ആര് പിന്നെ അവരെ സ്വീകരിക്കും? ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സ്വന്തം കാലില്. പക്ഷെ അവർക്ക് അതുപോലെ ഫിനാൻഷ്യൽ ഒരു ഇതുണ്ടാവണം, ആ ഒരു ബേസ് ഉണ്ടാവണം. ഒന്നിൽ നല്ല സാലറിയിൽ ജീവിക്കാൻ പറ്റുക, അല്ലെ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അത്രയും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മള് കമ്പയർ ചെയ്യരുത് ആരെയും. ഞാൻ ഇങ്ങനെ ആയി, എന്തുകൊണ്ട് നിനക്ക് എങ്ങനെ ആയിക്കൂടാന്ന് ചോദിക്കാൻ പാടില്ല. അല്ല, അതാണ് അത് ആ ഒരു ഒറ്റ പോയിന്റാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. മീര പറഞ്ഞു എല്ലാരും ഇപ്പൊ ഞാൻ പറയാം, മഞ്ജു വാര്യർ ഡിവോഴ്സ് ആയപ്പോ എല്ലാരും പറഞ്ഞു എല്ലാം ദിലീപിന് ഇട്ടുകൊടുത്തിട്ടാണ് പോയെന്ന്. അവരെ നിങ്ങൾ ഡിഫൈൻ ചെയ്യില്ല, അവരെയും സാധാ ഒരാളെയും വെച്ച് ഡിഫൈൻ ചെയ്യില്ല. എന്നെ കമ്പയർ ചെയ്യരുത്, മീരയെ കമ്പയർ ചെയ്യരുത്. ശരണ്യ എന്നെ ഉപദേശിച്ചു തരുവാണ്. ശരണ്യ 1 മണിക്കൂറില്ല 2 മണിക്കൂർ എന്നെ ഇരുന്ന് ഉപദേശിച്ചു തരുവാണ്. അതിൽ എത്രത്തോളം കാര്യം എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ ലൈഫിൽ എത്രത്തോളം സാധനം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഒരു മോട്ടിവേഷണൽ സ്പീക്കർക്കോ ഒരു സ്പിരിച്വൽ ലീഡറിനോ ഒരു ദൈവത്തിനോ ഒന്നിനും നമ്മളെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. നമ്മൾ വീണടത്തുനിന്ന് നമ്മൾ എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഒരാളെ വിചാരിച്ചു വെക്കുള്ളൂ. നമുക്ക് വേറെ ഓക്കെ ഓഫ് കോഴ്സ് ഓരോരുത്തർക്കും ഒരു റോൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പോർഷൻ എല്ലാവർക്കും ഉണ്ട്. അതാണ് ഞാനും അങ്ങനെ തന്നെയാണ്. ഉറങ്ങിപ്പോയോ? ക്യാമറ നേരെ ലൈവ് ആണോ എന്നൊക്കെ ചോദിച്ചല്ലേ? ഇത് ക്യാമറ കാണുന്നുണ്ട് ഉമ്മ ഇങ്ങനെ ഉറങ്ങി പോകുന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇടുന്ന കമന്റ് എന്താണെന്നറിയാവോ? അവിടെ വളവള കേട്ടിട്ട് ആയിരിക്കും ഉമ്മ ഉറങ്ങുന്നത്. സ്മാർട്ട് ബോയ്സ്, സ്മാർട്ട് ബോയ് ആയിട്ടിരിക്കും. അപ്പൊ അടിപൊളിയാ, നമ്മളിപ്പൊ തീർക്കും. അല്ല മീര, ഞാനത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനും പറയാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മള്
ഞാൻ പറഞ്ഞില്ലേ, ഒരു തരത്തിൽ എനിക്ക് പുരുഷൻ സ്ത്രീ അടിക്കുക എന്നുള്ളത് എനിക്കത് ചിന്തിക്കാനും കൂടെ പറ്റില്ല. എനിക്കത് അങ്ങനെ ഒരു സൊസൈറ്റി അതിൽ എന്തിന്റെ ബലത്തിലാണെങ്കിലും ഞാൻ കട്ട് ചെയ്യുക റിലേഷൻഷിപ്പ്. ഞാൻ അങ്ങനെയുള്ള ആളുകളോട് പോലും ഞാൻ സംസാരിക്കുന്ന അവരുടെ സാഹചര്യം എന്തും ആയിക്കൊള്ളട്ടെ, തല്ലാനുള്ള. എന്റെ സാഹചര്യം ഇമ്മാനുവൽ ആണ്. കാരണം ഇമ്മാനുവലിന് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ എന്തും സഹിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സൊസൈറ്റി പറയുമായിരിക്കും, പബ്ലിക് ഒപ്പീനിയൻ അതായിരിക്കും. എന്തിനാ മീര, വൈ മീര എന്നൊരു ക്വസ്റ്റ്യൻ വരും അവിടെ. പക്ഷെ എനിക്കല്ല, എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അതാണ്. എനിക്ക് എന്ത് എക്സ്റ്റെന്റ് വരെ ഞാനത് കോർട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോലീസിന്റെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. അത് അവര് വിറ്റ്നസ് ആണ് ആ കാര്യത്തില്. ഓക്കെ, ഇപ്പൊ എന്താണ് മീര ചെയ്യുന്നത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പം മക്കളെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കിപ്പോ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടില്ല. അപ്പൊ അതിനെനിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രഗിളിലാണ്. അപ്പം ആ ഒരു ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മൈൻഡിലുണ്ട്, മനസ്സിലാഗ്രഹമുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരുണ്ട്. നമുക്ക് നാളെ എന്താ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും അറിയില്ല. പിന്നെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ വീണ് കിടക്കാൻ താല്പര്യമില്ല. ഞാൻ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്ത് എനിക്ക് ജീവിക്കണം. കാരണം എന്നെ തോപ്പിക്കാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. കാരണം ഞാനും ഹസ്ബൻഡും, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ശരണ്യോട്, അത്ര റോൾ മോഡൽസ് ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും റോൾ മോഡൽസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. ഓക്കെ, മേ ബി ഞങ്ങൾ ചിലപ്പം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പൊ ലീഗലി ഞങ്ങൾ ഇതുവരെ ആയിട്ടില്ല. എന്നപോലെ പുള്ളി ഇൻഡിപെൻഡന്റ് ആണ്. പുള്ളിയെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഹീസ് വെരി സൗണ്ട്. പ്രശ്നങ്ങളില്ലാതെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പുള്ളി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മീരാസ് കിച്ചൺ എന്നുള്ള പേര് മാറ്റി ഇമ്മൂസ് കുഞ്ഞിന്റെ പേരിലാക്കി ഇമ്മൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. ആൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട്, പറ്റുന്ന സ്റ്റാഫിനെയൊക്കെ കൊണ്ട് പുള്ളി അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാനങ്ങ് സീറോ ആയിപ്പോയി. എനിക്ക് ഒന്നും ഇല്ലാണ്ടായിപ്പോയി, എനിക്ക് ഒരു ഇൻകം ഇല്ലാണ്ടായിപ്പോയി. ഈ ഒരു കേക്കിന്റെ ബിസിനസ് മാത്രമേ ഉള്ളൂ. അതിന്ന് പറഞ്ഞാൽ വലിയ മാർജിൻ ഇല്ല. ഞാൻ അങ്ങനെ ഒരു കൊള്ളലാഭം എടുക്കുന്ന ടൈപ്പ് അല്ല. അപ്പൊ അതിന്റെ ഒരു മാർജിൻ കൊണ്ടൊന്നും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. പിന്നെ ഒരു ബാങ്ക് ബാലൻസോ അങ്ങനെയൊന്നും എനിക്ക് പബ്ലിക്കിനോട് പറയാൻ ചമ്മലുള്ള കാര്യമാണ്. പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഞാൻ 27 വർഷമായി ഞാൻ ബാങ്കിൽ കയറിയിട്ട്. ഒരു 1000 റുപ്പീസ് ബാങ്കിലോട്ട് ഇട്ടിട്ടുമില്ല, ബാങ്കിൽ നിന്ന് എടുത്തിട്ടുമില്ല. ATM കാർഡ് എനിക്കില്ല, പാസ്ബുക്ക് ഇല്ല, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഇതൊന്നും കാരണം പുള്ളിയാണ് എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫിനാൻഷ്യൽ ഹാൻഡ്ലിങ് മുഴുവൻ എൻ്റെ ഹസ്ബൻഡാണ്. അതെൻ്റെ ബിസിനസ്സിൻ്റെ ആയാലും അതെ പേഴ്സണൽ കാര്യങ്ങളായി. നിനക്ക് വേറൊരു അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് മതി എന്നുള്ള, ഞാനത് അക്ഷരം പടി അനുസരിച്ചും ഈ 11 വർഷത്തെ എന്തൊക്കെ എനിക്ക് കിട്ടിയോ അത് മുഴുവൻ പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴാണ് കേട്ടിട്ടേ മീര എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ നോൺ പേഴ്സൺ ആണ് എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു നാടൻ മൈൻഡിന്റെ ആയിരിക്കും. ഈ ഔട്ട്ലുക്ക് കൊണ്ട്, ഔട്ട്ലുക്ക് ഈ പുറത്ത് കാണുന്ന ആളല്ല ഈ മീര എന്ന് പറഞ്ഞാൽ, അതിന്റെ ഇന്നർ വേറൊരു മീരയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് തന്നെ വേണേ പറയാം. അതൊരു നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഐ വാസ് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ മൈ ഹസ്ബൻഡ്. ഞാൻ പുള്ളിയെ എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഐ വാസ് സേഫ്, ഐ വാസ് സെക്യൂർ. ആ ഒരു ഫീലിങ്ങിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ട് മീൻ പെടക്കില്ലേ, അങ്ങനെ പെടക്കിയാണ് ഞാനിപ്പോ കിടന്നുകൊണ്ട്. ഫിനാൻഷ്യലി ഒന്നും ഇല്ലാണ്ടായി പോയി, സീറോ ആയിപ്പോയി. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും നമുക്കൊരു ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിച്ചാൽ എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. എന്തെങ്കിലും ഒരു വീട്ടിലെ ഒരു സാധനം കേടായി, അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ ആരോട് പറയും? രണ്ടാമത്തെ മോൻ 21 വയസ്സേ ഉള്ളൂ. അവനോട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറയും? അവന് ബേർഡൻ താങ്ങാൻ പറ്റുന്ന ഏജ് അല്ല. അവൻ കുട്ടികളുടെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച് നടക്കുന്ന പ്രായമാണ്. മോനെ ആ കുറ്റി ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഫ്ലഷ് ടാങ്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഗ്യാസ് ബേണർ കത്തുന്നില്ല, എവിടെ നോക്കിയാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിയോട് പറയാം, അത് പോയി, അപ്പൊ പ്ലംബറെ വിളിക്കും, ഇലക്ട്രീഷ്യനെ വിളിക്കും. മനസ്സിലായോ? ഇപ്പം ഇതെല്ലാ റോളും ഞാനും എന്റെ മോനും കൂടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇന്ന സാധനം വീട്ടില് തീർന്നുപോയി, പെട്ടെന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ മോനോടാണ് പറയുന്നത്. അവൻ അച്ഛന്റെ റോള് ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അപ്പൊ ആ ബേർഡൻ ഭയങ്കര കൂടുതലാണ് അവന്. ഞാനും അതെ, ഒരു സിംഗിൾ പേരന്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ട്രഗിൾ ആണ്. എന്തെല്ലാം നമ്മൾ വീട്ടിലേത് മാനേജ് ചെയ്യണം. ചിലപ്പം പണ്ട് എടുത്തോണ്ടെന്ന് ഒരു 500 രൂപയ്ക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് അത് ഇന്നില്ല, നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര വല്ലാത്തൊരു സ്ട്രഗിൾ ആണത്. അത് എന്റെ മാത്രമല്ല, ഇപ്പൊ മിണ്ടാതെ ഇതിലും വലിയ അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെ നോക്കിയാൽ അറിയാം. 1000 കണക്കിന് പേരാ ശരണ്യ. അവരാരും മിണ്ടുന്നില്ല, പുറത്തു പറയുന്നില്ല.
അതുകൊണ്ടാണ് എനിക്കൊക്കെ പുറത്തു പറയാൻ ഒരു അവസരം കിട്ടിയത് തന്നെ എത്ര ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകള് ഇത് പുറത്ത് പറയണം. അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എവിടെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇങ്ങനെ തളർന്നു പോകരുത് സ്ത്രീകള്. തളർന്നു പോയ ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തളർന്ന് വീണുപോയി, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാതായിപ്പോയി. അവിടുന്നാണ് ഞാൻ എഴുന്നേറ്റത്. എനിക്ക് സ്വയം ഹീലായേ ഒക്കുള്ളൂ എന്നുള്ള ഒരവസ്ഥയായി. അല്ലെങ്കിൽ ഞാൻ എന്നും ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് കിടക്കും. കരയാനാണ് നമുക്ക് 24/7 കരയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എങ്ങോട്ട് നോക്കിയാലും ആരുടെ സപ്പോർട്ട് ഇല്ല എന്നുള്ള അവസ്ഥയിൽ പെട്ടിട്ട് ഓൾ അലോൺ. പക്ഷെ അങ്ങനെ എത്ര കാലം കിടക്കും? അതാണ്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കണ്ടേ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ. ഞാൻ ഉണ്ടാക്കിയിട്ടല്ല, പക്ഷെ അതിന് ഞാൻ എണീറ്റേ പറ്റുള്ളൂ. ഞാൻ എനിക്ക് അവിടെ കിടക്കാം, ഫിസിക്കലി എനിക്ക് അവിടെ കിടന്നു പോകാം, തളർന്ന് കിടക്കാം, കരയാം. പക്ഷെ അതല്ല, എണീറ്റേ ഒക്കുള്ളൂ നമ്മള്. ഇമ്മാ ഒരു പാട്ട് പാടി തരുമോ? ഭയങ്കര ബോറടിച്ചു ഇമ്മു അല്ലേ? പാട്ട് പാടി തരത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഇമ്മു അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കേൾപ്പിക്കുവോ? എനിക്ക് വേണ്ട. എന്തൊക്കെയാ ഇമ്മുവിന്റെ കഴിവ്? ഡ്രമ്മറാണ്, ഡ്രംസ് ഇഷ്ടമാണ്, മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സിനൊക്കെ ഉണ്ടോ? ഫുട്ബോള് ഭയങ്കര ക്രേസ് ആണ്. ഫുട്ബോള് ഇഷ്ടപ്പെട്ട ടീം ഏതാ? കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ്. ഏറ്റവും ഇഷ്ടം പ്ലെയർ ആരാടാ? ഇന്റർനാഷണൽ പ്ലെയർ ആരാ ഏറ്റവും ഇഷ്ടം? റിയൽ മാഡ്രിഡ്, അതൊക്കെ ഏത്? ബാഴ്സലോണ. ഏറ്റവും ഇഷ്ടം ആരെയാ? അതാരാ? അങ്ങനെ ഒരാളുണ്ടോ? മെസ്സി. പിന്നാരെ ഏറ്റവും ഇഷ്ടം ആരെയാ പറ? റൊണാൾഡോ. മെസ്സിയാണ് ഏറ്റവും ഇഷ്ടം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ കാണാൻ പോയിട്ടില്ലേ? ഒരെണ്ണം വിടില്ല. സ്റ്റേഡിയത്തിൽ എപ്പോ ഉണ്ടോ അപ്പൊ ഒക്കെ ചാടും. ചേട്ടന്മാരും കൊണ്ടുപോയിക്കോളും. അപ്പം എല്ലാം പോകും. മീര പറഞ്ഞ പോലെ ഇമ്മാനുവൽ അത് നമുക്കൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഒരു പക്ഷെ ഇമ്മു ഉള്ളത് കൊണ്ടാവാം സർവൈവ് ചെയ്യുന്നത്. തീർച്ചയായും. ഇല്ലെങ്കിൽ ഒറ്റ പേടിയുള്ളൂ, എനിക്ക് ശേഷം ഇവൻ ഓർഫനായി പോവോന്നുള്ള ഒറ്റ പേടിയിലാണ്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത പേടിയാ അത്. അതേ ഉള്ളൂ. അതില് എപ്പോഴും ഞാൻ ദൈവം എന്നൊരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ശക്തിയോട് എപ്പോഴും പറയുന്നത് അതാണ്, ഓർഫനായി പോവല്ലേ എന്റെ കുഞ്ഞ്. അത്ര ചേട്ടായിമാരുണ്ട്, പിന്നെ ഞങ്ങളെ പോലെ മമ്മിയുടെ കൂട്ടുകാരുണ്ട്. ഇപ്പൊ ഈ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മനുഷ്യത്വം നഷ്ടപ്പെടാത്ത എത്ര പേരാ നമ്മുടെ ചുറ്റും. ആ ഒരു റൈറ്റപ്പ് വന്നത് കലാകൗമുദി ഏറ്റെടുത്തപ്പോഴേക്ക് എനിക്കറിയില്ല, എന്റെ മെസ്സഞ്ചർ ഞാൻ ഇന്നലെ ഒന്ന് ഓപ്പൺ ചെയ്തത്, അതിലൊരു 250-500 അടുത്ത മെസ്സേജുകൾ ആൾക്കാര് ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട് മീര, വോയിസ് മെസ്സേജുകള്, സപ്പോർട്ട്, ഫോൺ നമ്പേഴ്സ് എല്ലാരും എഴുതി ഇങ്ങനെ ഇട്ടേക്ക്, ഞങ്ങളെ ഒന്ന് വിളിക്കുവോ, നമുക്ക് സംസാരിക്കാം. അല്ല, ഡയറക്റ്റ് ഫോൺ ചെയ്ത് എത്ര പേരാന്നറിയോ? കണ്ണുനീരോടെയാണ് ആൾക്കാർ ഇത് ഷെയർ ചെയ്തു പോയതിന്. എനിക്കൊന്ന് 1000-ഓളം പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ആളുകളിലേക്ക് എത്തണം. എന്റെ ഇന്റൻഷൻ അത് മാത്രമായിരുന്നു. എന്റെ കുഞ്ഞിനെ, അവന്റെ ആ ഒരു ഡിഫക്റ്റിനെ കളിയാക്കിയ ഒരു വ്യക്തി, അയാൾക്ക് റൈറ്റ് ഇല്ല. ആരെയും കളിയാക്കാൻ ആർക്കും റൈറ്റ് ഇല്ല. നമുക്ക് മറ്റൊരാളെ അത് പറഞ്ഞ് വേദനിപ്പിക്കുന്നതിലൂടെ നമ്മളൊരു സാഡിസ്റ്റ് ആണെന്ന് തെളിയിക്കുകയാണ്. ഒരു സാഡിസം എന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റി ആണ്, ഒരിക്കലും അല്ല. അതേസമയം ഞാൻ ഇപ്പോഴും പറയുന്നു, പബ്ലിക്കിനോട് പറയുന്നു, എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് ധാരാളം പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. മോനെ സൂക്ഷിച്ചിറങ്ങണേ എന്ന് പറയുന്ന എത്ര ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ടെന്നറിയോ? മോന്റെ പേരെന്താ എന്ന് പറഞ്ഞിട്ട് ഇവൻ വണ്ടിയിലിരുന്ന് എന്തേലും പറഞ്ഞ് ചിരിക്കുമ്പം ആ കൂടെ അത് പറഞ്ഞ് അവനെ സ്നേഹിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്. ഇങ്ങനെ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100-1 100-1 1 in millions എന്ന് വേണമെങ്കിലും പറയാം. അത്രയും മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അയാള്. അപ്പൊ അയാളെ എല്ലാരും എന്നോട് പറയുന്നു, മീര ഇത് വെറുതെ വിടരുത്, നീ ആ മൊമെന്റിൽ അനുഭവിച്ചൊരു പെയിൻ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അയാൾക്ക് മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുക്കണം, ഉറപ്പായിട്ടും. കാരണം അത് സമൂഹത്തിനൊരു മെസ്സേജ് ആയിരിക്കണം. നീ എടുത്ത ആ ഒരു സ്റ്റാൻഡ് വളരെ നല്ലതാണ്. കാരണം അയാളെ വെറുതെ വിട്ടില്ല. എനിക്ക് വെറുതെ വിടാമായിരുന്നു. അപ്പൊ ചിലർ പറഞ്ഞു, ഒരു 3-4 പേര് പറഞ്ഞു ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ക്ഷമിച്ചു, മൈൻഡ് കൊണ്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ അയാൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരിക്കലും ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള, അത് ഒരു ശാപം പോലെയാണ്. ചുമ്മാതല്ല നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി പോയെന്ന്, നിനക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിപ്പോ, നിനക്ക് ഇങ്ങനത്തെ ഉണ്ടാകുള്ളൂ എന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പം അത് എന്തൊരു സ്റ്റേറ്റ്മെന്റ്, അത് എത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഷുഡ് ബി പണിഷ്ഡ്. അല്ലാതെ ഇമ്മു ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഉറങ്ങുന്ന സമയമായതിന്റെ ക്ഷീണമുണ്ട്. ഇമ്മുവിനെ ശല്യപ്പെടുത്തിയതില് ഭയങ്കര സോറി. മമ്മിയെ നന്നായിട്ട് നോക്കണം.
നോക്കൂലേ? മമ്മീനെ അല്ലേ എല്ലാരെയും കഴിഞ്ഞു ഇഷ്ടം? എനിക്കറിയാം മമ്മീനെ. ഫേവറേറ്റ് ആരാ? അപ്പൊ ഇമ്മു ഒരുപാട് ഇഷ്ടം. ലവ് യു. ഉമ്മ കിട്ടിയില്ല. നാളെ വന്നിട്ട് ഒറ്റക്കണ്ണോടൊക്കെ നോക്കും. അത് ടീനേജർ ആണെന്ന് എപ്പോഴും പറയും. ഞാൻ ഭയങ്കര ഗ്രോണപ്പ് ആയി, ടീനേജർ ആണ് എന്ന് പറയും. അപ്പോഴാണ് ഈ മുതുക്കി വന്നിട്ട് എന്നോട് ലവ് യു ഉമ്മയൊക്കെ ചോദിക്കുന്നത് അല്ലേ? അതൊക്കെ ഇച്ചിരി നാണമാണ്. ആണല്ലേ? എനിക്ക് മനസ്സിലായി. നാളെ വന്നിട്ട് ഇങ്ങനെ നോക്കിയത് സ്വയം വലിയ കുട്ടി എന്നൊരു തോന്നലുണ്ട് ഇപ്പൊ. ഓക്കെ മീര, എന്താണെങ്കിലും പ്രതിസന്ധിയില് തളരും നമ്മളൊക്കെ. അത് ഡെഫിനറ്റ് ആണ്. ആരായാലും തളർന്നു പോകും. ഒന്ന് തളരുന്നത് നല്ലതാണ്, ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി. കരഞ്ഞു തീർക്കണം നിങ്ങള്. കരഞ്ഞു തീർക്കാണ്ട് നമുക്ക് ശക്തി കിട്ടില്ല. ഈ കരച്ചിലിനൊടുവിൽ കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഭയങ്കര ബലമാണ് നമുക്ക്. ചിലപ്പോ വീണ്ടും നമ്മൾ ഓർത്ത് കരഞ്ഞിരിക്കും, പക്ഷെ ആ കരച്ചിലിന്റെ ആ അളവ് കുറഞ്ഞു വരും. തീർച്ചയായും പിന്നീട് ആ വസ്തു ഓർക്കുമ്പോ കരയാൻ തോന്നില്ല. കോമഡി ഒരുപാട് തവണ കേട്ടാൽ കോമഡി ആവാത്ത പോലെ തന്നെ കരച്ചിൽ കുറെ പിന്നെ നമുക്ക് ചിരി വരും. അത്രേ ഉള്ളൂ. ആ സമയം ഞാൻ ഇങ്ങനെ ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നൊരു തോന്നൽ വരും. ഇത് അവസാനിപ്പിക്കാൻ പലതവണ നോക്കിയിട്ടുണ്ട്. അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. എന്തിനു മുന്നോട്ട്, എങ്ങനെ മുന്നോട്ട്? നാളെ എന്നെ കൊണ്ട് പറ്റില്ല. ഏറ്റവും പേടി രാവിലത്തെ അലാം കേൾക്കുന്നതായിരുന്നു. ഇന്ന് ഉണരണമല്ലോ, എഴുന്നേറ്റിരുന്ന് കട്ടിലിരുന്ന് വിറയ്ക്കും, പിന്നെ പുറകോട്ട് വീഴും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാനിപ്പം ജീവിച്ചു, ഞാൻ നടക്കുന്നല്ലോ എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ അത്ഭുതമാണ്. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. സന്തോഷം എന്ന് പറയുന്നല്ല, സന്തോഷമുണ്ട്. എന്തിനാണെന്നറിയോ? തളർന്നു പോയെടുത്തുനിന്ന് എണീറ്റ് വന്നില്ലേ? അതെ അതെ, നമുക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ പറ്റില്ല. അഭിമാനിക്കണം അവരവരെ കുറിച്ച്. വീണുപോയവരും ഞാൻ എഴുന്നേറ്റ് വന്നല്ലോ, എനിക്കാവും. അതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് അവള്. ആ ശക്തി തെളിയിച്ചു കൊടുക്കണം ഈ ലോകത്തിന്. എന്നാൽ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു ചിന്ത കുറച്ചു പേർക്കേ ഉള്ളൂ. അത് ശരിയല്ല. അത് വേണ്ട. എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദ്യം ചോദിച്ച് ഹേർട്ട് ഇല്ല, ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. എന്നാലും നമ്മുടെ വീഡിയോയുടെ അടി വരുന്ന കമന്റുകളും കൂടെ കൂട്ടിയാണ് ഞാൻ ചോദ്യം ചോദിച്ചേക്കുന്നത്. എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ ഒരിക്കലും എനിക്ക് ഒരാളുടെ വ്യക്തിയിൽ നിന്ന് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. താങ്ക് യു. എന്നെ വിളിച്ചതിന് ഒത്തിരി സന്തോഷം. അത് പ്രത്യേകിച്ച് ഇമ്മൂനും കൂടെ ഒരു ചാൻസ് കൊടുത്തതില് ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരോടും പേരൻസിനോടും സമൂഹത്തിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇവരെ ഇൻക്ലൂഡ് ചെയ്ത ഒരു സമൂഹമായിരിക്കണം നമ്മള്. നമ്മുടെ ഈ ഒരു സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഇവരെ കോർണർ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഏജ് നോക്കരുത്. എല്ലാ മനുഷ്യനെയും നമ്മളിൽ ഒരാളായിട്ട് കാണണം, അത്രേ ഉള്ളൂ. അല്ലാതെ കോർണർ ചെയ്ത് അവർ വേറൊരു ഗ്രൂപ്പാണ്, ഈ എന്താ പറയുക, മാർജിനലൈസേഷൻ, പാർശ്വവൽക്കരണം പാടില്ല. അവർക്കും ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല, മനുഷ്യരാണ് അവര്. ഒരിക്കലും അങ്ങനെയുള്ള കുട്ടികളെയും മനുഷ്യരെയും ആരെയും ഇതായി കാണാതിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഇന്നോ നാളെയോ ഈ അകത്തേക്കുള്ള ശ്വാസം പുറത്തേക്കില്ല. ആ ഒരു ചിന്തയിൽ ജീവിക്കാമെങ്കിൽ നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ തോന്നൂല. അത്രേ ഉള്ളൂ. ഒത്തിരി സന്തോഷം. താങ്ക് യു.